നമ്മൾ കഴിച്ച ഐസ്ക്രീമിന് നല്ല രുചി ഉണ്ടായിരുന്നു അല്ലേ? സൂപ്പറാണ്. ഞമ്മക്ക് ഇനിയും വേണമായിരുന്നു. നിനക്ക് മാത്രമല്ല ഞങ്ങൾക്കും വേണമായിരുന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് കൊതി മാറിയിട്ടില്ല. നമ്മളിവിടെ കൊതിച്ചു നിൽക്കത്തേ ഉള്ളൂ. ഇനി എന്തായാലും നമുക്കത് വാങ്ങിച്ചു തരത്തില്ല. അതെ അതെ ശരിയാണ്. മക്കളെ, നിങ്ങൾ ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞോ? ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞല്ലോ അമ്മ. ശരി, എങ്കിൽ വാ നമുക്ക് പോകാല്ലേ? തിരിച്ചു പോകാനായോ? അതെന്താ ഉസ്മാനെ, തിരിച്ചു പോകണ്ടേ? നമുക്ക് കുടിയൊക്കെ ഉള്ളല്ലേ. ഉമ്മച്ചി കാത്തു നിൽക്കുന്നുണ്ടാകും. അപ്പൊ നിങ്ങൾ വേഗം തിരിച്ചു പോകാൻ തിരക്ക് പിടിക്കാതെ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് കണ്ടിട്ട് പോകാം. ആഹാ, കൊള്ളാലോ ഉസ്മാനെ നിന്റെ ഐഡിയ. നമ്മൾ എത്ര സമയമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? നേരെ സന്ധ്യ ആറായതൊന്നും നീ കാണുന്നില്ലേ? അതെ അതെ, എത്ര സമയമായി നമ്മൾ ആ ഷോപ്പിലൊക്കെ മെനക്കെടുന്നു. നിങ്ങളുടെ സ്കൂൾ ഐറ്റംസ് വാങ്ങുമ്പോഴത്തേക്കേ ഞങ്ങൾ കാണുന്നു. മമ്മി, എന്തായാലും നമ്മൾ വന്നതല്ലേ, പ്ലീസ് മമ്മി, നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് പോകാം. മക്കളെ, അതിന് മാത്രം ഇവിടെ കറങ്ങി കാണാൻ എന്താണുള്ളത്? കമല പറഞ്ഞത് ശരിയാണ്. ഇവിടേക്ക് കറങ്ങി കാണാൻ മാത്രം എന്താണ് ഇവിടേക്ക് ഉള്ളത്? അതോട്ട് നിങ്ങൾ വിഷമിക്കണ്ട. ഇവിടെ അടുത്ത് ഒരു പാർക്കുണ്ട്, നമുക്ക് അവിടേക്ക് പോയാലോ? ഇപ്പോഴോ? അമ്മച്ചിയാ, ഇപ്പോഴല്ലാണ്ട് പിന്നെ എപ്പോഴാ പോകേണ്ടത്? പാർക്കിലൊക്കെ വൈകുന്നേരം തന്നെയാ പോകേണ്ടത്. വൈകുന്നേരം പോയാലേ വെയിലിനൊക്കെ ഒരു കുറവുണ്ടാകൂ. ശരിയാണ്, നമുക്ക് പാർക്കിൽ പോകാം പ്ലീസ്. നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ പിള്ളേരെ? മതി മതി, പാർക്കിലൊന്നും ഇപ്പൊ പോകണ്ട. ഇപ്പൊ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. അമ്മ പ്ലീസ് അമ്മ, നമുക്ക് പാർക്കിൽ പോയിട്ട് വീട്ടിലേക്ക് പോകാം. ഇവിടെ അടുത്താണ് ആ പാർക്കുള്ളത്. വേണ്ടാന്ന് പറഞ്ഞാ വേണ്ട. ഇത്രയും സമയം നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നിങ്ങൾക്ക് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു തന്നു. ഇനി ഒന്നും വേണ്ട, എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അതെ മക്കളെ, ഇപ്പൊ സമയം ഒരുപാട് വൈകിയില്ലേ, നമുക്ക് ഇന്ന് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാം. അടുത്ത ഞായറാഴ്ച നമുക്ക് നോക്കിയിട്ട് എല്ലാവർക്കും കൂടെ നേരത്തെ തന്നെ പാർക്കിലേക്ക് വരാം. അത് ഇജ്ജി പറഞ്ഞ ശരിയാ കമലേ. അതാകുമ്പോ കുട്ടികൾക്കൊക്കെ കുറെ സമയം പാർക്കിൽ നിന്ന് കളിക്കാലോ. വേണ്ട മച്ചേ വേണ്ട, ഞങ്ങൾക്ക് ഇന്ന് തന്നെ പാർക്കിൽ പോണം. അതെന്ത് കുട്ടിയൊക്കെ കാര്യം പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്? നിങ്ങളോടല്ലേ പറഞ്ഞത് ഇന്ന് പാർക്കിൽ പോകുന്നില്ല എന്ന്? ഒരു കാര്യം ചെയ്യട്ടെ, ഇവർ 4 പേരും കൂടെ പാർക്കിലേക്ക് പോട്ടെ, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം. മമ്മി, എന്തുവാ മമ്മി ഇങ്ങനെ? പിന്നെ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാ വേണ്ടത്? നിങ്ങളോടല്ലേ ഇപ്പൊ പറഞ്ഞ സമയം ഒരുപാട് വൈകി തിരികെ വീട്ടിലേക്ക് തന്നെ പോകണമെന്ന്? നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്ന കാര്യം എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെ നടു റോട്ടിൽ വെച്ച് കാക്കപ്പട പോലെ പൊരുതാൻ നിൽക്കുന്നു. അപ്പത്തിനും ഇപ്പത്തിനും ഒക്കെ ആളുകൾ കാണുന്നത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങളെയും കൂട്ടി ഷോപ്പിങ്ങിന് വന്നത് തന്നെ ഞങ്ങളുടെ തെറ്റി. അതെ അതെ, ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റില്ല. ഇങ്ങനെയും പറഞ്ഞാൽ മനസ്സിലാവാത്ത കുട്ടികളായി പോയല്ലോ നിങ്ങൾ. വാടി കമലെ, ഇവരോട് സംസാരിച്ച് നിന്നിട്ട് നമ്മുടെ സമയം വെറുതെ വേസ്റ്റ് ചെയ്യണ്ട. ഇവർ പാർക്കിലോ ബീച്ചിലോ എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരട്ടെ, നമുക്ക് തിരികെ വീട്ടിലേക്ക് തന്നെ പോകാം. അമ്മ, എന്തോന്ന് കമ്മാന്ന്? ആന്റി ദേഷ്യം പിടിക്കണ്ട, ഞങ്ങളും വരാം നിങ്ങളുടെ കൂടെ തന്നെ. അയ്യോ, ഞങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടെ വന്നാൽ മതി. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ വരുന്നു. ഞങ്ങൾക്ക് പാർക്കിലും പോകണ്ട, ബീച്ചിലും പോകണ്ട, എവിടെയും പോകണ്ട. അതിങ്ങനെ മുഖം കറുപ്പിച്ചിട്ടല്ല പറയേണ്ടത്, മര്യാദയ്ക്ക് പറ. മക്കളെ, സൈനമ്മ നിങ്ങൾക്ക് ഉറപ്പ് തരണോ? നമുക്ക് വരുന്ന ഞായറാഴ്ച എല്ലാവർക്കും കൂടെ പാർക്കിലേക്ക് പോകാം. വേണമെങ്കിൽ അന്ന് ബീച്ചിലും പോകാം. അതെ അതെ, നിങ്ങളൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഒരു വെക്കേഷൻ ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെ കുട്ടികളെ, ടൂർ തന്നെ. നിങ്ങൾക്ക് ഇതൊരു സർപ്രൈസായി വെച്ചതായിരുന്നു ഞങ്ങൾ. സത്യമാണോ അമ്മായി പറയണത്? അതെ മോളെ, സത്യമാണ് പറയണത്. നമ്മളെ അടുത്ത സൺഡേ എല്ലാവരും കൂടെ ടൂർ പോകുന്നുണ്ട്, ഒരു 1 ഡേ ട്രിപ്പ്. ഹായ്, ജോളിയായിരിക്കും. ജോളിയൊക്കെ തന്നെയായിരിക്കും, പക്ഷേ നിങ്ങളുടെ സ്വഭാവം പോലെ ഉണ്ടാവും ട്രിപ്പിന്റെ കാര്യം. ഹേയ്, ഞങ്ങളൊന്നും കളിക്കില്ല മമ്മി, ഞങ്ങളെ നല്ല കുട്ടികളാണ്. അതിപ്പോ കണ്ടു നല്ല കുട്ടികളുടെ സ്വഭാവം. ഇനി അങ്ങനെ ഉണ്ടാവില്ല മമ്മി. ശരിക്കും നമ്മൾ എവിടേക്കാ ട്രിപ്പ് പോകണത്? അത് കൊള്ളാം, നിങ്ങളല്ലേ ഇപ്പൊ പാർക്ക് പോകണം എന്ന് പറഞ്ഞത്. ഞായറാഴ്ച നമുക്ക് പാർക്കിലും ബീച്ചിലും മോളിലും ഒക്കെ പോകാം. അയ്യേ, വെക്കേഷൻ ട്രിപ്പ് ഇവിടൊക്കെ തന്നെയാണോ പോകുന്നത്? പിന്നെ ഇവിടെ അല്ലാണ്ട് വേറെ എവിടെയാ പോകേണ്ടത്? വെക്കേഷൻ ട്രിപ്പ് എന്നൊക്കെ പറയുമ്പോ 2-3 ദിവസത്തേക്കെങ്കിലും പോകണ്ടേ? പിങ്കിമോൾ പറഞ്ഞത് ശരിയാണ്, നമുക്ക് 2-3 ദിവസത്തേക്ക് ട്രിപ്പ് പോകാം. അത് കുറച്ച് ദൂരെ എവിടെയെങ്കിലും പോകണം. കൊള്ളാലോ കാന്താരി നിന്റെ ഐഡിയ. ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ടൂർ പോയിട്ടല്ലേ ഉള്ളത്, ഞങ്ങൾ മാത്രമല്ലേ എവിടെയും പോകാത്തത്? മമ്മി മമ്മി പ്ലീസ് മമ്മി, പാപ്പയോട് സമ്മതമാക്ക് മമ്മി. പാപ്പ വിളിക്കുമ്പോ ഞാൻ സമ്മതിപ്പിച്ചോളാം, മമ്മി ഒന്ന് റെഡിയായാൽ മാത്രം മതി. എവിടെ? ദൂരേക്കൊക്കെ പോകാനോ? എനിക്കൊന്നും വയ്യ, എനിക്ക് പേടിയാണ്. മമ്മി എന്തിനിങ്ങനെ പേടിക്കണത്? സൈനമ്മയും സുമ ആന്റിയും ഒക്കെ ഇല്ലേ?
അമ്മയും കൂടെ കൂട്ടാം. മോളെ, പപ്പ അതിനൊന്നും സമ്മതിക്കത്തില്ല. സമ്മതിക്കും, പപ്പ സമ്മതിക്കും. പപ്പയോട് ഞാൻ സമ്മതിപ്പിച്ചോളാം. മമ്മി ഒന്ന് റെഡിയായ മാത്രം മതി. എടി സുമേ, നമ്മൾ എന്താണ് ചെയ്യുന്നത്? അങ്ങനെ പോകുന്നോ? ഉമ്മച്ചി ഉണ്ടെങ്കിലേ നമുക്കൊരു കുഴപ്പമില്ല. ഉമ്മച്ചിയും കൂടെ കൂട്ടിയാ മതി. എനിക്ക് സുമേഷേട്ട സമ്മതിക്കുവോ? അമ്മ, അച്ഛനെ കൊണ്ട് ഞങ്ങൾ സമ്മതിപ്പിച്ചോളാം. അമ്മയുടെ സമ്മതം മാത്രം കിട്ടിയാ മതി. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നല്ല ജോലിയായിരിക്കില്ലേ? അതെ അതെ, നല്ല ജോലിയായിരിക്കും. നമ്മൾ 3 പേരും പിന്നെ പിള്ളേരും. അല്ലോ, ഉമ്മച്ചിയെ കൂട്ടാതിരിക്കല്ലേ, ഉമ്മച്ചി ഉണ്ടാകും. എടി, അത് പിന്നെ പ്രത്യേകം പറയണോ? പാത്തുമേലേ നമ്മുടെ ധൈര്യം. ശരിയാണ്, പാത്തുമ്മ കൂടെ ഉണ്ടെങ്കിലേ ഒക്കത്തിനും ഒരു ധൈര്യം പോലെയാണ്. ഒരാണുങ്ങളുടെ സ്വഭാവമല്ലേ വെറുതെ. അതിജി പറഞ്ഞ നേരാടി. ശരി മക്കളെ, എങ്കിൽ നിങ്ങളുടെ പപ്പമാരോട് സമ്മതമാക്കിക്ക്. എന്നിട്ട് നമുക്ക് അടുത്ത ഞായറാഴ്ച എല്ലാവർക്കും കൂടി ഒരു ട്രിപ്പ് പോകാം. അതും 2 days ട്രിപ്പ്. മതി മതി, അവരുടെ ഒരു സന്തോഷം. നമ്മുടെ സ്കൂൾ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞില്ലേ? ഇനി എന്താ ഉള്ളത്? എടി, ഇനി കാര്യമായിട്ടൊന്നുമില്ല. അവരുടെ യൂണിഫോം മാത്രമല്ലേ ഉള്ളൂ. അത് അവിടെ തയ്ക്കാൻ കൊടുത്തതല്ലേ? അതെ അതെ, നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് സെറ്റ് ആയിരിക്കും. എന്നാ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം അല്ലേ? ഇനി നമുക്ക് പോകാം. വരൂ മക്കളെ, ഇനി നമുക്ക് പോകാം.